ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയറ്, ശരീരഭാരം കൂടി വരുന്ന പ്രശ്നങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് PCOD, ഫാറ്റി ലിവർ, തൈറോയ്ഡ് ഇഷ്യൂസ്, ഡയബറ്റിസ് കംപ്ലയിൻസ് ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഡയറ്റിൽ നിന്നും മധുരം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. മധുരം എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ അമിതമായിട്ട് നമ്മൾ മധുരം എടുത്തു കഴിഞ്ഞാൽ അത് ഫാറ്റ് ആവുകയും ഈ ഫാറ്റ് ഒരു അൺഹെൽത്തി രീതിയിലേക്ക് പോവുകയും വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പല കണ്ടീഷൻസും അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്നുണ്ട്. നമ്മൾക്കൊപ്പം മധുരം കഴിച്ചു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലഡു കഴിച്ചു, ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പം ആ കാർബോഹൈഡ്രേറ്റിലെ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? കോശങ്ങളിലേക്ക് എത്തുന്നു. ആരുടെ സഹായത്തോടു കൂടെ? ഇൻസുലിൻ്റെ സഹായത്തോടു കൂടെ. ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു നോർമൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ അമിതമായിട്ട് ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എത്തുമ്പം ഈ ഇൻസുലിന് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ കാരണം വന്ന് റെസിസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം ഈ ഗ്ലൂക്കോസ് ക്രമാതീതമായിട്ട് ബോഡിയിൽ കൂടുന്നു. അപ്പം ഹൈപ്പർ ഗ്ലൈസിമിക് ആവുന്നു. അതാണ് ഡയബറ്റിസ്. ഈ ഗ്ലൂക്കോസിനെ ബോഡി എന്ത് ചെയ്യും? ഫാറ്റ് ആക്കുന്നു. ഫാറ്റ് ആക്കി എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ ഫാറ്റി ലിവർ, ഡയബറ്റിസ്, PCOD, തൈറോയിഡ്, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് ഇഷ്യൂസ് ഒക്കെ രൂപപ്പെടുന്നുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ ഫാറ്റ് മിതമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല സിംറ്റംസ് ആയിട്ട് രൂപപ്പെടും. കിതപ്പായിട്ടും, കാലിൽ തരിപ്പ്, മരവിപ്പ്, കാഴ്ച മങ്ങുന്ന പ്രശ്നങ്ങൾ, മൂത്രക്കടച്ചിലിൻ്റെ ബുദ്ധിമുട്ടുകൾ, വയറുവേദന, ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ട് നമ്മൾ മധുരം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. ഇപ്പോൾ സ്കിന്നൊക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുകയും സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറിയിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഡ്രൈനെസ് കുറയ്ക്കാവുന്നതാണ്. സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തേത് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്. ഇപ്പം മധുരം കഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വയറ് വീർക്കുക, അല്ലെങ്കിൽ ഈ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ. അതാണ് ഞാൻ ഉദ്ദേശിച്ച മധുരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെ ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കുറയും. ബ്ലോട്ടിങ്, വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ കുറയുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ, മലം കൃത്യമായിട്ട് പോകാൻ സാധിക്കുന്നതാണ്. വയറ് വേദന ബുദ്ധിമുട്ടുകൾ കുറച്ചെടുക്കും. നെഞ്ചരിച്ചിൽ, കീഴ്വായു, അങ്ങനെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ബോഡി പെയിൻ, മസിൽ പെയിൻ, ഈ ഒരു ഉപ്പൂറ്റി വേദന, അതൊക്കെ നമ്മുടെ വെയിറ്റ് ഗെയിൻ കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു മസിൽ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ജോയിൻ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ഇറിറ്റേഷൻസും അല്ലെങ്കിൽ വേറെ ടയർ കംപ്ലയിൻസ് ഒക്കെ കുറച്ചെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മൂഡ് സ്വിങ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഇറിറ്റബിലിറ്റി, ആങ്കർ, ഈ മെനോപോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ മെയിനായിട്ടും പറയുന്ന പ്രശ്നങ്ങളാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും, എസ്പെഷ്യലി ഈ ഡയബറ്റിസ്, ഫാറ്റി ലിവർ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഡയറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതിപ്പം പച്ചക്കറികളും അതേപോലെ തന്നെ ഫ്രൂട്ട്സും അത്യാവശ്യം കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സൊക്കെ സാലഡ് ഫോമിൽ കഴിക്കുക. അതും ഭക്ഷണത്തിന് മുൻപായിട്ട് നമുക്ക് യോഗേർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് സാലഡാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിലെത്തുകയും ആ ഒരു സിബോ പോലത്തെ കണ്ടീഷൻസ് കുറയ്ക്കാവുന്നതാണ്. ദഹനത്തിൻ്റെ പ്രശ്നങ്ങളും ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫൈബേഴ്സ് നല്ലപോലെ ഉൾപ്പെടുത്തുക. അത് വെയിറ്റ് ലോസിനും ഹെൽപ്ഫുള്ളാണ്, വയറ് നിറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണ്. ഇനി രണ്ടാമത്തേത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് മാംസാഹാരങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ മുട്ട കഴിക്കുക എന്നല്ല, ധാന്യങ്ങൾ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ചെറുപയർ, കടല, പരിപ്പ് പോലത്തെ ഈ ആഹാരങ്ങളൊക്കെ നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചെരുകിയിട്ടിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അതാണ് പ്രോട്ടീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെയർ ഫോൾ പ്രശ്നങ്ങൾ, ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ പ്രോട്ടീൻസും അത്യാവശ്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഈ ഡയറ്റ് എടുക്കുന്ന
സമയത്ത് ഈ ഷുഗർ ഒഴിവാക്കുന്നതോടൊപ്പം പ്രോട്ടീൻസ് എസ്പെഷ്യലി ചിക്കനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടോ? ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കാം, അത് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രോട്ടീൻ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇനി മൂന്നാമത്തേത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. അത് നിങ്ങൾ കഴിക്കുന്ന നട്ട്സിലുണ്ട്, എസ്പെഷ്യലി വാൽനട്ട്, പിസ്ത, കാഷ്യൂ, ബദാം, ഇതിലൊക്കെ അത്യാവശ്യം നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് സീഡ്സ് നോക്കുകയാണെങ്കിൽ പംകിൻ സീഡ്സിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും. അതേപോലെ തന്നെ യൂറിൻ സംബന്ധമായിട്ടുള്ള യൂറിനറി ട്രബിൾസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ചിയ സീഡ്സിലാണ് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ്, വിശപ്പ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചിയ സീഡ്സ് ഒക്കെ ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഫ്ലാക്സ് സീഡ്സ് ആയാലും നിങ്ങൾക്ക് പൗഡർ ഫോം ആക്കിയിട്ട് എന്തെങ്കിലും കുട്ടികൾക്കൊക്കെ കുറുക്ക് രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ സീഡ്സ് ഒക്കെ നല്ല പോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സെസെയിം സീഡ്സ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീക്ക്നെസ്, അനീമിക് പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് സൺഫ്ലവർ സീഡ്സ്. അത് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുകയും ബാഡ് കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നട്ട്സും സീഡ്സും ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഡെയിലി എഗ്ഗ് കഴിക്കാം. വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 1-2 എഗ്ഗ് വെച്ച് ഡെയിലി കഴിക്കാവുന്നതാണ്. എഗ്ഗ് വൈറ്റും അതേപോലെ തന്നെ യെല്ലോ പാർട്സും യൂസ് ചെയ്യാവുന്നതാണ്. അത് കൊളസ്ട്രോൾ ആണെന്ന് കരുതിയിട്ട് ഒരിക്കലും അത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മേജർ അതിൽ പ്രോട്ടീൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് തന്നെ വേറെ കണ്ടീഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അപ്പം നമുക്ക് ഡെയിലി ബേസിസിലൊക്കെ എഗ്ഗ് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്, അത് ബാലൻസ്ഡ് ആയിരിക്കണം, കൺട്രോൾഡ് ആയിരിക്കണം. അതായത് നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉൾപ്പെടുത്താവുന്നതാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഉൾപ്പെടുത്താവുന്നതാണ്. റൈസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ബ്രൗൺ റൈസ് കൂടുതലായിട്ടും എടുക്കാൻ ശ്രമിക്കുക. ഈ മട്ട, ചാമയൊക്കെ അത്യാവശ്യം കഴിക്കുകയാണെങ്കിൽ അതിൽ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ വയറ് നിറയാൻ ഹെൽപ്ഫുള്ളാണ്, അതായത് അപ്പറ്റൈറ്റ് ഫില്ല് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾക്ക് മീൻ, മുട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താം. റെഡ് മീറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ നന്നായിട്ട് പാകം ചെയ്യാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പം എന്തെങ്കിലും അനീമിക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ലീഫി വെജിറ്റബിൾസ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങയൊക്കെ നന്നായിട്ട് സ്ക്വീസ് ചെയ്യുകയാണെങ്കിൽ അയൺ ഇൻടേക്ക് ഹെൽപ്ഫുള്ളാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളെ ബേസിക് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ബോഡിയിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റുള്ള ഫാസ്റ്റിംഗ് ഷുഗർ, ബ്ലഡ് പ്രഷർ, ദെൻ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻസും വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസൊക്കെ കുറച്ചെടുക്കാവുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.